ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നിയ വീണ്ടും അവനോട് ഹെൽപ്പ് ചോദിച്ചു. പുതിയ കാറ് വാങ്ങാൻ അവളുടെ കൂടെ ചെല്ലുമോ എന്ന്. അങ്ങനെ കാറ് വാങ്ങാൻ അതേ സ്കൂട്ടറിൽ അവൻ അവളെയും കൊണ്ട് പോവുകയാണ്. ആ യാത്രയിൽ താൻ ലാസ്റ്റ് ശ്രീലക്ഷ്മിയെ സ്കൂട്ടറിൽ ഇരുത്തിയതും അന്ന് സന്തോഷത്തോടെ തമ്മിൽ ഒരുപാട് സംസാരിച്ചതും ചിരിച്ചതും അവൻ ഓർത്തു. എന്തിനാ അവൾ എന്നെ സംശയിച്ച് പിണങ്ങി നടക്കുന്നത്? ഞാനെന്തിനാ 24 മണിക്കൂറും അവളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? അവളുടെ കാര്യം മാത്രം ഓർക്കുന്നത് കൊണ്ടാ ഇത്ര ടെൻഷൻ. അത് തൽക്കാലം ഒരു വശത്തേക്ക് മാറ്റിവെച്ചിട്ട് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാം. കമ്പനിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിഹാരികയെ ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് ബാക്കി എന്താ വേണ്ടതെന്ന് നോക്കാം. ഋഷിൻ സ്വയം തീരുമാനിച്ചു. ഋഷിൻ, അങ്കിളും ആന്റിയും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എവിടെയാണ്? എനിക്ക് അവരെ കാണാൻ വരണമെന്നുണ്ട്, നിയ പെട്ടെന്ന് പറഞ്ഞു. ഋഷിൻ അതിന് മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അപ്പോഴേക്കും അവർ ത്രൈ മീഡിയയുടെ ഓഫീസിലെത്തി. നിയ, എനിക്കിവിടെ ചെറിയൊരു ജോലിയുണ്ട്, നീ ഒരു അരമണിക്കൂർ കാത്തിരിക്കാമോ? അവൻ ചോദിച്ചു. നിയ ഉടൻ തന്നെ അത് സമ്മതിച്ചു. ഋഷിൻ സ്കൂട്ടർ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയപ്പോൾ നിയ ഇറങ്ങി. അപ്പോൾ അവിടെ ഒട്ടിച്ചിരുന്ന പോസ്റ്ററിൽ അഞ്ജലിയുടെ ചിത്രം കണ്ടു. അയ്യോ, അഞ്ജലി ഇപ്പോൾ ത്രൈ മീഡിയയിലാണോ? എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാ, അവൾ പറഞ്ഞു. അവളുടെ മുഖത്തെ താല്പര്യം ഋഷിൻ ശ്രദ്ധിച്ചു. അഞ്ജലിയുടെ ഓട്ടോഗ്രാഫ് ആണോ നിയ? അവൻ ചോദിച്ചു. അത് കേട്ട് നിയയുടെ മുഖം വിടർന്നു. ആ അതെ എന്നവൾ ആവേശത്തോടെ തലയാട്ടി. അതേസമയം പുറകിൽ നിന്നൊരു അലർച്ച കേട്ട് അവർ രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. അവിടെ വന്ന ഒരു കാർ സ്കൂട്ടറിന്റെ പുറകിൽ ചെറുതായി ഇടിച്ച് പെട്ടെന്ന് നിന്നു. ഋഷിൻ ദേഷ്യത്തോടെ കാറിലേക്ക് നോക്കി. എന്തിനാ ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നത്? നിങ്ങളുടെ കാർ സ്കൂട്ടറിൽ ഇടിച്ച് കണ്ടില്ലേ? അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ ആ കാറിൽ നിന്നിറങ്ങി. ഏയ്, നിനക്ക് തീരെ ബോധമില്ലേ? കാർ പാർക്ക് ചെയ്യുന്നിടത്ത് വന്ന് സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നോക്ക്, എന്റെ കാറിൽ പോറൽ വീണിട്ടുണ്ട്. അയാൾ തീരെ ബഹുമാനമില്ലാതെ പറഞ്ഞു. ഹലോ, വെറുതെ ബഹളം ഉണ്ടാക്കാതെ. പാർക്കിംഗ് ലോട്ടിൽ നിന്നിരുന്ന സ്കൂട്ടർ കണ്ടിട്ടും നിങ്ങൾ ആ കാർ കൊണ്ടുവന്ന് ഇടിച്ചത്. അതിന് നിങ്ങൾ ആദ്യം മാപ്പ് പറയണം, നിയ ദേഷ്യത്തോടെ പറഞ്ഞു. നിയയുടെ സൗന്ദര്യം കണ്ട് ആ ചെറുപ്പക്കാരന് അവളോട് ഒന്നും പറയാനായില്ല. ഹായ് മാഡം, അവളെ കണ്ട് എന്ത് പറയണമെന്നറിയാതെ അവൻ പറഞ്ഞു. അപ്പോഴേക്കും കാറിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് അവൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വിനോദ്, എന്താ പറ്റിയത്? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് ഋഷിൻ ഞെട്ടി. ശ്വേത മാഡം, അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അവിടെ തന്റെ കോളേജ് പ്രൊഫസർ ശ്വേതയെ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹായ് ഋഷിൻ, സുഖമാണോ? ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? അവർ അവനോട് ചോദിച്ചു. എന്ത് മറുപടി പറയണമെന്ന് ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് ഋഷിൻ പറഞ്ഞു. ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ മാഡം. അത് കേട്ട ശ്വേത പറഞ്ഞു. ആ, എനിക്കിപ്പോ ഓർമ്മ വന്നു. നീ ഒരു പണിയും ചെയ്യാതെ വെറുതെ നടക്കുകയാണെന്ന് നവീൻ എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കോളേജിൽ നീ വളരെ സ്മാർട്ടായിരുന്നല്ലോ. യാതൊരു ചീത്ത കൂട്ടുകെട്ടിലും നീ ഇല്ലായിരുന്നു. എന്നിട്ടും നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളോടെല്ലാം ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പഠനം കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കണം. ഒന്നും നമ്മുടെ കയ്യിൽ ആരും കൊണ്ടുവന്ന് തരുമെന്ന് പ്രതീക്ഷിക്കരുത്. കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ മുന്നേറണം. ഇതൊക്കെ അന്നേ ഞാൻ പറഞ്ഞു തന്നതല്ലേ. അതൊന്നും നിന്റെ ചെവിയിൽ എത്തിയില്ലാന്ന് തോന്നുന്നു, അവർ സങ്കടത്തോടെ പറഞ്ഞു. ഋഷിൻ എന്തോ പറയാൻ വന്നപ്പോൾ അവർ അവനെ കൈകൊണ്ട് തടഞ്ഞു. ഇത് കണ്ടോ, നിന്റെ ക്ലാസ്മേറ്റ്, നമ്മുടെ അഞ്ജലി. അവൾ ഇപ്പോൾ ത്രൈ മീഡിയയിലെ ജനപ്രിയ താരമാണ്. അതുപോലെ തന്നെ നവീൻ ഇപ്പോൾ OS കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മീഡിയ ലൈനിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞു. പക്ഷേ അവർക്കൊപ്പം പഠിച്ച നീ എന്താ ചെയ്യുന്നത്? അവൾ നിർത്താതെ ഋഷിനെ ശകാരിച്ചുകൊണ്ടിരുന്നു. ഋഷിൻ സ്വയം ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതെ നിശബ്ദനായി നിന്നു. അപ്പോ നിങ്ങൾ ശ്വേത മാഡത്തിന്റെ സ്റ്റുഡന്റ് ആണോ? ഇടയ്ക്ക് ഡ്രൈവർ ഋഷിനോട് ചോദിച്ചു. അവൻ അതെ എന്ന് തലയാട്ടി. ശരി, അപ്പോ കുഴപ്പമില്ല. ഈ കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ എനിക്കൊരു 20,000 രൂപ തരൂ, അവൻ മാന്യമായി പറഞ്ഞു. ഋഷിൻ അവനെ മനസ്സിലാകാതെ പോലെ നോക്കി. നിങ്ങളുടെ കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ ഞാൻ എന്തിനു പണം തരണം? അവൻ നിസ്സംഗനായി ചോദിച്ചു. ഹലോ മിസ്റ്റർ, നിങ്ങൾക്കിത് ചോദിക്കാൻ നാണമില്ലേ? നിയയുടെ സ്വരത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്വേത വീണ്ടും ഋഷിനെ ഉപദേശിക്കാൻ തുടങ്ങി. ഋഷിൻ, എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നിന്നെപ്പോലെ ലക്ഷ്യമില്ലാതെ ജീവിക്കേണ്ടി വരും. മാഡം, ഞാൻ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും എന്നെ ഓരോന്ന് പഠിപ്പിക്കുകയാണോ? ഋഷിൻ ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു. നിനക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല ഋഷിൻ. ഒരിക്കൽ ടീച്ചറായാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ടീച്ചർ തന്നെയാണ്. എന്റെ വിദ്യാർത്ഥികളുടെ പഠനം കഴിഞ്ഞാലും എനിക്ക് അവരെക്കുറിച്ച് എപ്പോഴും ടെൻഷനുണ്ട്. അതിനാലാണ് നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ട്, ശ്വേത ദേഷ്യത്തോടെ പറഞ്ഞു. ഉറച്ച ശബ്ദത്തിൽ അവൾ പറയുന്നത് കേട്ട് ഋഷിന് തലയാട്ടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ.
എങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. എന്റെ വണ്ടി കേടായാൽ അത് ശരിയാക്കാനുള്ള വഴി നീ കാണണം. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടരുത്. വിനോദ് പറഞ്ഞു. ശരി, അതിന്? ഋഷിൻ ചോദിച്ചു. അത് കേട്ട് ശ്വേത മാം അവനെ തുറച്ചു നോക്കി. ഇന്ന് ആരെയാ താൻ കണി കണ്ടതെന്ന് ഋഷിൻ മനസ്സിൽ വിലപിച്ചു. ശരി, നിങ്ങളുടെ കാരണം എന്താ പറ്റിയത്? അവൻ വിനോദിനോട് ചോദിച്ചു. എന്തൊക്കെ പറ്റിയെന്ന് എനിക്കങ്ങനെ അറിയാം. ഞാനും നോക്കാം ആദ്യം മുതൽ എവിടേക്കാണ് തട്ടിയതെന്ന് വിനോദ് ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, ഞാനിനൊന്ന് ചോദിക്കട്ടെ. പാർക്കിംഗ് എന്നൊരു കാര്യമുണ്ടെങ്കിൽ അവിടെ ഏത് വാഹനവും നിർത്താം. കാറുകൾ നിർത്താം, ബൈക്കുകൾ നിർത്താം. നിർത്തരുത് എന്ന് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ബൈക്കിൽ വന്നിടിച്ചത്? ഋഷിൻ ശാന്തമായി ചോദിച്ചു. വിനോദിന്റെ മുഖം മാറി. രണ്ട് സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഋഷിൻ തന്നെ ചോദ്യം ചെയ്തത് നാണക്കേടായി അയാൾക്ക് തോന്നി. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാണ്, അവൻ ഭീഷണി പോലെ പറഞ്ഞു. അത് കണ്ട് ഋഷിൻ പരിഹാസത്തോടെ ചിരിച്ചു. ഡേ, അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കാം, നിങ്ങൾക്ക് എനിക്കിപ്പോ പണം തരാൻ പറ്റൂ ഇല്ലയോ? വിനോദ് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്റെ ഉത്തരവ് ഒന്ന് തന്നെ, ഋഷിൻ മുഖം മാറാതെ ശാന്തമായി പറഞ്ഞു. നിന്നോട് സംസാരിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് വിനോദ് വഴക്കിന് തയ്യാറെടുക്കുന്ന പോലെ ഷർട്ടിന്റെ കൈകൾ മടക്കി. വിനോദ്, നമ്മളിപ്പോൾ ത്രൈ മീഡിയയിലാണ്. ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശ്വേത മാം അവനെ സമാധാനിപ്പിച്ച് ഋഷിനെ നേരെ തിരിഞ്ഞു. ഋഷിൻ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ തൽക്കാലം വിനോദിനോട് ക്ഷമ ചോദിക്കൂ. എന്നിട്ട് ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ നോക്ക്. മാഡം, നിങ്ങൾ എന്റെ പ്രൊഫസറായിരിക്കാം. ഞാൻ നിങ്ങളെ തീർച്ചയായും ബഹുമാനിക്കുന്നു. പക്ഷേ അതിന് ഞാൻ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ മാപ്പ് പറയാൻ പറയുന്നതിൽ എത്ര ന്യായമാണുള്ളത്? ഋഷിൻ ക്ഷമയോടെ ചോദിച്ചു. ശ്വേതയുടെ മുഖം ചുരുങ്ങി. ഋഷി, ഇതൊന്നും ശരിയാകില്ല. ഞാൻ പോലീസിനെ വിളിക്കാം. അത്രയും നേരം മിണ്ടാതിരുന്ന നീയ ഒടുവിൽ പറഞ്ഞപ്പോൾ വിനോദ് ഞെട്ടി. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? വിനോദ് ചെറുതായി ഒന്ന് ഞെട്ടി ചോദിച്ചു. ഇത്തവണ ഋഷി ഉറക്കെ ചിരിച്ചു. ഇത്രയും നേരം ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ നീയാണോ ഇപ്പൊ ഒരു നാണവും ഇല്ലാതെ ഇത് ചോദിക്കുന്നത്? വിനോദ് ദേഷ്യത്തോടെ ഋഷിനെ നോക്കി. അപ്പോൾ പെട്ടെന്ന്, എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. അത് കേട്ട് അവരെല്ലാം തിരിഞ്ഞു നോക്കി. അവിടെ ഋഷിന്റെ PA നിഹാരികയും അവളുടെ അരികിൽ അഞ്ജലിയും ഉണ്ടായിരുന്നു. ഹായ് മാഡം, നിങ്ങൾ ഈ കമ്പനി സിഇയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് നിഹാരികയല്ലേ? എന്റെ പേര് ശ്വേത. ഞാൻ അഞ്ജലിയുടെ പ്രൊഫസറാണ്. ഒരു ചെറിയ ബിസിനസ് കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. ശ്വേത ആവേശത്തോടെ പറഞ്ഞു. അതേ ആവേശത്തോടെ അഞ്ജലിയെ നോക്കി പുഞ്ചിരിച്ചു. അവരെ കണ്ടതും വിനോദ് വേഗം മുന്നിലേക്ക് വന്നു. ഹലോ മാഡം, നിങ്ങൾ വന്നത് നന്നായി. ദേ, ഇയാൾ ആ കാർ പാർക്കിങ്ങിൽ സ്കൂട്ടർ നിർത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഋഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾ നിഹാരികയെ സമീപിച്ചു. അത് കണ്ട് ഋഷിന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കുന്ന അദ്ദേഹമല്ല, നിങ്ങളാണ്, നിഹാരിക കടുത്ത സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. വിനോദ് ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. നിനക്ക് വായിക്കാൻ അറിയില്ലേ? കുറച്ചുകൂടി അടുത്ത് നോക്കി ആ പോർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോയി വായിച്ചു നോക്ക്. നിഹാരിക പാർക്കിംഗ് ലോട്ടിന്റെ മുകളിലേക്ക് ചൂണ്ടി. വിനോദും ശ്വേതയും അതിലേക്ക് നോക്കി. അതിലെഴുതിയത് വായിച്ച് ഷോക്ക് അടിച്ചതുപോലെ രണ്ടാളും ഞെട്ടി പരസ്പരം നോക്കി. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? നിഹാരിക അവരോട് ചോദിച്ചു. ദിസ് ഈസ് ദ പാർക്കിംഗ് ഏരിയ ഫോർ ദ CEO ഓഫ് ദിസ് കമ്പനി, ശ്വേത പതിയെ പറഞ്ഞു. അത് കേട്ട് നിഹാരിക അതേ എന്ന് തലയാട്ടി. ഇപ്പോൾ മനസ്സിലായോ ആരാണ് തെറ്റിയതെന്ന് അവൾ ചോദിച്ചു. അപ്പോഴും കാര്യം മനസ്സിലാകാതെ ദേഷ്യം വന്ന വിനോദ് ഋഷിനെ ചൂണ്ടി പറഞ്ഞു. അപ്പോ അവന് മാത്രം അവിടെ നിർത്താൻ പറ്റുമോ? മര്യാദയ്ക്ക് ഒരു വണ്ടി പോലുമില്ല. അവനൊരു പൊട്ട സ്കൂട്ടർ കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് തെറ്റ് പറ്റിയെങ്കിൽ അവനും തെറ്റ് പറ്റിയില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.